നിലമ്പൂരിൽ ദുർബലനായ സ്ഥാനാർത്ഥിയാകും ഇടതുപക്ഷം രംഗത്തിറക്കുക എന്നുള്ള പ്രവചനങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. ഇതോടെ ഇടത് ക്യാമ്പുകൾ വലിയ ആവേശത്തിലുമാണ്. ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പ്രതിപക്ഷം വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളികളെ നിലമ്പൂരിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി നേരിടുകയാണ് മുൻ ധനവകുപ്പ് മന്ത്രി കൂടിയായ തോമസ് ഐസക്. 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാർ കാലത്തും അതിനുശേഷമുള്ള സമയത്തുമുണ്ടായ വികസന പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യാൻ പ്രതിപക്ഷത്തെ തോമസ് ഐസക് വെല്ലുവിളിക്കുകയാണ്. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിലമ്പൂരിലെ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും വലിയ ആവേശം സൃഷ്ടിച്ചതിന് കാരണമുണ്ട് എന്ന് പറയുന്നു. സ്വരാജിന്റെ വ്യക്തിത്വത്തിന്റെ സ്വീകാര്യത ഒരു ഘടകമാണ്. ഉപതെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമായി ഏറ്റെടുത്തതിന് ലഭിച്ച പിന്തുണ മറ്റൊരു ഘടകമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിക്കാൻ നിയോഗിച്ചത് വഴി തുടർഭരണം എന്ന ലക്ഷ്യത്തിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നും CPIM ഇടതുപക്ഷവും പ്രഖ്യാപിക്കുകയാണ്.